അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഈ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്തകൾ കാന്തപുരത്തിന്റെ ഓഫീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇനി മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ എന്തൊക്കെ ഇടപെടലുകളാണ് ആവശ്യം? ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വൈകി ഞങ്ങൾക്ക് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരം, അത് വധശിക്ഷ എന്നുള്ള തീരുമാനത്തിന്റെ കുടുംബം പുറകോട്ട് പോയിരിക്കുന്നു. ആ ഒരു ആവശ്യത്തിൽ നിന്ന് കുടുംബം പുറകോട്ട് പോയിരിക്കുന്നു. അതേസമയം നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അവിടെ രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, വധശിക്ഷ ഒഴിവാക്കി കൊടുത്തെങ്കിലും നിമിഷ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ മോചിപ്പിക്കണമെന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ മേലെയുള്ള ചർച്ചകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞങ്ങൾ ദിയാദനം നൽകി നിമിഷയെ പൂർണ്ണമായും മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സുഭാഷ്, ഇക്കാര്യത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ഉണ്ട് അല്ലെ? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. അവിടുന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത വര്യന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസിൽ ലഭിക്കുകയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്ത വാർത്തയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് ഇന്നലെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങളുമായി സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടാണ് ഞങ്ങളും അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വധശിക്ഷ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ആ കുടുംബം പുറകോട്ട് പോയിരിക്കുന്നു. ആവശ്യത്തിൽ നിന്ന് ആ കുടുംബം പുറകോട്ട് പോയിരിക്കുന്നു. ബാക്കി ചർച്ചകൾ തുടർ ദിവസങ്ങളിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈ ദിയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലേ ഇപ്പോ? ഇല്ല, ദിയാദനം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ദിയാദനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നിമിഷയെ മോചിപ്പിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യം ആ കുടുംബമാണ് എടുക്കേണ്ടത്. അതിനകത്ത് വേറൊരു തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്, വധശിക്ഷ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്ന രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെയും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളുടെ ഭാഗമായി വരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അക്കാര്യത്തിനകത്ത് വീണ്ടും ചർച്ചകൾ തുടർന്നുകൊണ്ട് നിമിഷയെ മോചിപ്പിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും വധശിക്ഷയ്ക്ക് ജയിൽ ശിക്ഷ അവിടെ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അത് എത്ര കൊല്ലമാണ്? ഇപ്പോൾ തന്നെ നിമിഷപ്രിയ 8 കൊല്ലത്തോളം ജയിലിലായിരുന്നു. എത്ര കൊല്ലത്തോളമാണ് അവിടെ ശിക്ഷ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് പങ്കുവയ്ക്കാൻ പറ്റുക ഇപ്പോൾ? അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ആ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ മാത്രമാണ്. എന്തായാലും നമുക്കറിയാം, ഈ ഇപ്പോൾ റഹീമിന്റെ കേസിനകത്തൊക്കെ വരുന്ന സമയത്ത് റഹീമിന് 20 വർഷത്തോളം ശിക്ഷ നൽകാൻ വേണ്ടി അവിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്താലും 20 വർഷത്തോളം അദ്ദേഹത്തിന് ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ള വിവരമൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക രാജ്യം എന്ന രീതിയിൽ, മിഡിൽ ഈസ്റ്റിനെ നിൽക്കുന്ന രാജ്യം എന്ന രീതിയിൽ ഇതൊക്കെ തന്നെയായിരിക്കും യമനിലെയും സാഹചര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു 10, 15, 20 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശിക്ഷ കൂടി ഒഴിവാക്കി ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കാണ് ഞങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്. സുഭാഷ്, ഏതായാലും ഈ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇതിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയും അത് തന്നെയാണ്. അതിൽ കാന്തപുരത്തിന്റെ ഓഫീസ് വഹിച്ച പങ്ക് അത് വളരെ വളരെ നിർണായകം തന്നെയായിരുന്നു അല്ലേ? ലക്ഷ്മി, ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസും മർക്കസും ഒക്കെ നൽകിയ നിസ്തുലമായ പിന്തുണകൾ, അത് തന്നെയാണ് ആക്ഷൻ കൗൺസിലിന് ഇത്തരം ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണയിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവിടുത്തെ പണ്ഡിത വര്യന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ സമൂഹത്തിനകത്ത് സ്വാധീനമുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ മതപരവുമായുള്ള സ്വാധീനമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ പങ്കിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രൻ. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ, ഒപ്പം ആക്ഷൻ കമ്മിറ്റിയിലെയും പ്രധാനിയാണ്. ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളതാണ്. തീർച്ചയായും കേരളം ഇന്നലെ ഏറ്റവും ആഹ്ലാദത്തോടെ കേട്ട വാർത്ത തന്നെയാണ് അത്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എത്രത്തോളം നിർണായകമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം വധശിക്ഷ മരവിപ്പിക്കുന്നു, നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ ആ വളരെ സുപ്രധാനമായ വാർത്തയും കാന്തപുരത്തിൻ്റെ ഓഫീസ് തന്നെയാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു യമനിൽ എന്നുള്ള കാര്യം.